നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ സുരക്ഷിതമാണോ? എങ്കിൽ അല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രധാന വിവരങ്ങൾ ചോർത്തപ്പെടുന്നുണ്ട്. അതെ, ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുതായി ഒരു സിം കാർഡ് എടുക്കുവാൻ നിങ്ങളൊരു ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളെല്ലാം ചോർത്തപ്പെടുവാൻ സാധ്യതകൾ ഏറെയാണ്, അല്ലെങ്കിൽ ചോർത്തുവാൻ എളുപ്പമാണ്. അത്തരത്തിൽ ചോർത്തി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നവർ വളരെ ഏറെയാണ് കേരളത്തിൽ. നിങ്ങളുടെ പേരിൽ സിം കാർഡ് എടുത്ത് മറ്റൊരാളെ വിളിച്ച് തട്ടിപ്പ് നടത്തി വൻ സാമ്പത്തിക വേട്ട നടത്തുന്നവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ജാഗ്രത പുലർത്തുക തന്നെ വേണം. അത്തരത്തിൽ സമാനമായ ഒരു കുറ്റകൃത്യമാണ് മലപ്പുറത്ത് നടന്നത്. മലപ്പുറത്തെ ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നെത്തിയത് ഗുരുതര സൈബർ കുറ്റകൃത്യങ്ങളിലേക്കാണ്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം സ്വദേശിയായ അബ്ദുൾ റോഷൻ സൈബർ കുറ്റകൃത്യത്തിന് പിടിയിലായത്. സ്വന്തം മൊബൈൽ ഫോൺ ഷോപ്പിൽ ആവശ്യങ്ങൾക്കായി വരുന്നവരുടെ അടിസ്ഥാന വിവരങ്ങൾ ചോർത്തി സിം കാർഡുകൾ ഉണ്ടാക്കിയതിനാണ് പിടിയിലായത്. പുതുതായി സിം വാങ്ങുന്നവരുടെ ബയോമെട്രിക് വിവരങ്ങൾ കൈവശപ്പെടുത്തി സിം വാങ്ങിയ ശേഷം നമ്പർ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറിയതിനായിരുന്നു അബ്ദുൾ റോഷൻ പിടിയിലായത്. ചില വ്യക്തികളുടെ പേരിൽ 40ഉം 50ഉം സിം കാർഡുകളാണ് ഇയാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക സ്വദേശിയായ യുവതിയുടെ പേരിൽ സിം കാർഡ് ഉപയോഗിച്ചാണ് വേങ്ങര സ്വദേശിയിൽ നിന്നും 1,08 ലക്ഷം രൂപ സൈബർ തട്ടിപ്പുകാർ വെട്ടിച്ചത്. പക്ഷേ യുവതിക്ക് തൻ്റെ പേരിൽ ഇങ്ങനെയൊരു സിം കാർഡ് ഉള്ള വിവരം അറിയില്ല. സിം കാർഡിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് കർണാടകയിലെ മടിക്കേരിയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന അബ്ദുൾ റോഷൻ 40,000 സിം കാർഡുകളുമായി പിടിയിലായത്. ഇതിൽ വേങ്ങരയിലെ കേസിൽ പോലീസ് സംശയിച്ച യുവതിയുടെ പേരിൽ മാത്രമുള്ളത് 40 സിമ്മുകളാണ്. പ്രമുഖ ടെലികോം കമ്പനിയുടെ സിം വിതരണക്കാരനാണ് റോഷൻ. സിം കാർഡ് വാങ്ങാനായി കടയിലെത്തുന്നവരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. വിരലടയാളം കൃത്യമായി പതിയുന്നില്ല എന്ന് പറഞ്ഞ് ഒന്നിൽ കൂടുതൽ തവണ ബയോമെട്രിക് രേഖകൾ എടുക്കുകയും അതുപയോഗിച്ച് ഉപഭോക്താവ് അറിയാതെ സിം കാർഡ് നിർമ്മിക്കുകയുമായിരുന്നു രീതി. പരിചയമുള്ള മറ്റ് കടകളിലും സമാന തട്ടിപ്പ് നടത്തി. സഹായിച്ചവർക്ക് ഒരു സിമ്മിന് 50 രൂപ വീതം പ്രതിഫലം നൽകി. സിം കാർഡ് ആക്റ്റീവായാൽ നമ്പർ മാത്രം വിവിധ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ടെലഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ആ നമ്പറുകൾ ഉപയോഗിച്ച് നിർമ്മിക്കും. ഇതെല്ലാം ആക്റ്റീവാവാൻ വേണ്ട OTPകൾ പ്രതി തന്നെ അതത് സമയം തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറിയിരുന്നു. അതിനായി ഉപയോഗിച്ച 160ഓളം ചൈനീസ് ഫോണുകളും പോലീസ് കണ്ടെടുത്തു. ഒരു സിം ഉപയോഗിക്കുക പരമാവധി 3 മാസം. പോലീസ് പിടിച്ച 40,000ഓളം സിം കാർഡുകളും തട്ടിപ്പ് കാലാവധി കഴിഞ്ഞത്. ശേഷം പുതിയ ഇരകൾ, പുതിയ നമ്പറുകൾ. ഇത്രയധികം ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി റോഷൻ നിർമ്മിച്ച സിം കാർഡുകൾ സാമ്പത്തിക തട്ടിപ്പിന് മാത്രമാണോ ഉപയോഗിച്ചത് എന്നതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. കേരള പോലീസിൻ്റെ അന്വേഷണം ഇവിടെ ഒതുങ്ങുന്ന സാഹചര്യത്തിൽ മറ്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിയാലേ തട്ടിപ്പിൻ്റെ ആഴം പുറത്തു വരികയുള്ളൂ. 2023 ഇത്തരത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അതും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. കേരളത്തിൽ നിന്ന് 2023 മാത്രം ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത് 201.79 കോടി രൂപയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. 2023 രാജ്യത്താകെ 7,488.64% കോടിയാണ് നഷ്ടമായത്. ഭൂരിഭാഗം പണവും ചൈനയിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പോയത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് സൈബർ മേധാവികളുടെ യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ വിളിച്ചുകൂട്ടുകയും ഓരോ തട്ടിപ്പിനും തടയിടുമ്പോൾ പുതിയ രീതിയിലുള്ള ഓൺലൈൻ സംഘങ്ങളാണ് പുറത്തു വരുന്നത് എന്ന് വ്യക്തമാവുകയും ചെയ്തു. 2023 ഏറ്റവും കൂടുതൽ പണം നഷ്ടമായത് മഹാരാഷ്ട്രയിലാണ്, 990 കോടി, തെലങ്കാനയിൽ 759, UPയിൽ 721, തമിഴ്നാട്ടിൽ 661, കർണാടകയിലാകട്ടെ 662, ഗുജറാത്തിൽ 650 കോടി എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കണക്ക്. 1930 എന്ന കേന്ദ്ര ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് പരാതിപ്പെട്ടവരുടെ മാത്രം കണക്കാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. തട്ടിപ്പിനിരയാകുമ്പോൾ തന്നെ വിളിച്ചാൽ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്നത് തടയാനാകും. കേരളത്തിലെ 201.79 കോടിയിൽ 36 കോടിയും രാജ്യത്താകെ 7,488.64 കോടിയിൽ 921 കോടിയും ഇത്തരത്തിൽ തടഞ്ഞു വയ്ക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ കൂടുതൽ പേർക്കും പണം നഷ്ടമാകുന്നത് വീട്ടിലിരുന്ന് പണമുണ്ടാക്കാമെന്ന് പറയുന്ന പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് ടെലഗ്രാം എന്ന ആപ്പിലൂടെ നടത്തുന്ന ഓൺലൈൻ ട്രേഡിങ്ങിലാണ്. മിക്കവരും വിദ്യാസമ്പന്നരാണ്. തട്ടിപ്പിൻ്റെ രീതി ഇങ്ങനെയാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു.
അതിലൂടെ ക്ലിക്ക് ചെയ്യുന്നവർക്ക് ആദ്യം വാട്സപ്പിലൂടെ ഒരു ഏജൻറ്റ് മെസ്സേജ് അയക്കുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അവർ തരുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ടെലഗ്രാമിലെ ഒരു ചാനലിലേക്ക് കയറുവാൻ പറയുന്നു. പിന്നീട് ലോകത്തെ പല ഭാഗത്തുള്ള പലതരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് നൽകി അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ 50 രൂപ വീതം തരാമെന്ന് പറയുകയും ആദ്യഘട്ടത്തിൽ 100ഉം 200ഉം രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു തന്ന വിശ്വാസ്യത പിടിച്ചുപറ്റും. പിന്നീട് തന്ത്രപരമായി ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ, മർച്ചന്റ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളിൽ നിന്ന് കബളിപ്പിച്ച് കൈപ്പറ്റും. നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഏത് പ്രവൃത്തികളിലും ശ്രദ്ധയോടെ വേണം എന്തും ചെയ്യാൻ. ജാഗ്രത അത് നിർബന്ധമാണ്.